വിജയ് അണ്ണന്റെ ഗോട്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സിനിമയുടെ ട്രെയിലർ വന്നിരിക്കുകയാണ്. ഞാൻ അങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു 5 മണിക്ക്. മോനെ തലൈവർ ദർശനം എന്തേ പറ്റിയില്ലേ? കണ്ട ആ മോനെ അണ്ണ വരാറ് വഴി വിടത് മനസ്സിലായ? ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എനിക്ക് മനസ്സിലാ. സ്നേഹ കഥയും ചോദ്യമില്ല. അണ്ണന്റെ സിനിമയിൽ ചോദ്യമില്ല. അണ്ണന്റെ ഡ്രസ്സിങ്ങും അണ്ണന്റെ മേക്കപ്പും അണ്ണന്റെ താടിയും അണ്ണന്റെ മുടിയൊക്കെ ഒരേ സ്റ്റൈലായിരിക്കും. അത് മാത്രം ചോദ്യം ചെയ്യരുത്. ഞങ്ങൾക്ക് പിടിക്കാതെ പാസം രക്ഷകൻ അത് രണ്ടും വിട്ടിട്ടുള്ള അണ്ണന്റെ കളിയില്ല. അത് വേണമെങ്കിൽ കണ്ടാ മതി. നീ കാണണ്ട, മാറിയിരുന്നോ. അണ്ണം പറയാറ് വഴി വിട് വഴി വിട്. புது லீடர் 68 international successful operation, hostage negotiator, field agent, spy. In short, he is a god of sats. Allah yaar idhar badi മോനെ இதே எக்ஸகன் തന്നെ. குழந்தை நல்லா இருக்கு, ஒன்னும் டென்ஷன் ஆகாத. எனக்கு குழந்தைய நினைச்சலாம் டென்ஷன், குழந்தைய நினைச்சலாம் டென்ஷன். സ്നേഹ அலோஃபா சுத்திட்டு இருக்காரு. ഗാന്ധി സംഗതി സ്പൈ ഏജന്റ് നെഗോഷിയേറ്റർ ഏജന്റ് സീക്രട്ട് ഏജന്റ് ആയിട്ട് പോകണം. എല്ലാം ഏജന്റ് വേണം. അത് വിട്. സംഗതി അമ്മൻ സ്പൈ ഏജന്റ് ആണ്. പുറത്തുണ്ട്, യുഎസിലോ അമേരിക്കയിലോ ഇന്ത്യൻ ഏജന്റ് അങ്ങനെ ആയിരിക്കും. മനസ്സിലായോ? അത് ഈ ഷാറൂഖ് ഖാനും സൽമാൻ ഖാനും മാത്രം ഏജന്റുമാരായാൽ മതിയോ? അണ്ണൻ ഏജന്റ് ആവണ്ടേ? അണ്ണൻ ഏജന്റ് ആവണ്ടേ? രക്ഷകനാണ്. ആണ് ഏജന്റുമാരെല്ലാം രക്ഷകരാണ്. അല്ല പിന്നെ ഏജന്റുമാരെല്ലാം തോറ്റുപോയവരാണോ? കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് എല്ലാം തോറ്റുപോയവരാണ്. കോമഡി വിട്ട് അങ്ങനെ കളിയില്ല മോളെ. ഇതിലണ്ണൻ ഡബിളാ ഡബിള്. അണ്ണ അവിടെ പോയ സീനാണ്. ഡബിള് 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 അണ്ണൻ ഡബിളാ. ഇതിലാണ് മറ്റേ ട്രോള് വന്നത്. പ്രേമലുവില് മറ്റേ അയ്യോ ആ ചെക്കന്റെ പേര് ഞാൻ മറന്നു പോയി. നസ്രീനൊപ്പം ഉണ്ടായിരുന്നില്ലേ മറ്റേ പയ്യൻ? സംഗീതിനെ പോലെ ഉണ്ട് കാണാന്ന് പറഞ്ഞിട്ട്. ഇവള് കണ്ടിട്ടില്ലേ? ഇപ്പോഴാണ് കാണുന്നത്. ഞാനങ്ങനെ അണ്ണന്റെ സിനിമകളെ കുറിച്ച് അപ്ഡേറ്റഡ് ആണ്. അണ്ണൻ കുറച്ച് സിനിമയിൽ അഭിനയിക്കും. പൊളിറ്റിക്സ് തമിഴില് സൂര്യനെ ഇഷ്ടം. അപ്പൊ സൂര്യ ഫാനാ. காந்தி வேஷம் போட்டு காந்தியே வேஷம் போட்டு பார்க்கலாம். കോമഡി പീസ് ആണല്ലോ വില്ലൻ. അല്ല അല്ല, ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഡ്രസ് ആണോ? ഞാൻ കണ്ടു. അത് കഴിഞ്ഞിട്ട് നോക്കാം. ഇത് സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോട്ട് എന്ന് പറയുമ്പോ ധോനി അങ്ങനെ ആവാലോ. എനക്കൊക്കെ ഗോട്ട് എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഇൻ ദ വേൾഡ് ഓഫ് ദ യൂണിവേഴ്സ് ഓഫ് ദ എല്ലാ സ്ഥലത്തെയാണല്ലോ ധോനി. അപ്പൊ ധോനി ഞങ്ങക്ക് സച്ചിനാണ്. മോളെ സച്ചിനെ തൊട്ട് കളിക്കല്ലേ, അണ്ണന്റെ സിനിമ കാണാം. പക്ഷെ വില്ലൻ ഒരുമാതിരി കോമഡി പീസ് പോലെ തോന്നുന്നു എനിക്ക്. ഇത് മനസ്സിലാവാത്ത വില്ലനാണോ അച്ഛനും മകനും എന്നുള്ളത്? വില്ലന് മാത്രമല്ല നമുക്ക് മനസ്സിലായിട്ടില്ല. ഞാനല്ലേ പുറത്തുനിന്ന് കാണുന്നത്, വില്ലൻ അവിടെ നിന്ന് കാണില്ലല്ലോ. ശരി. ഏയ് അപ്പാ പാസാണ് നോക്കണ്ട. പാസം മെയിനാ. A lion is always a lion.
ചീറിട്ട് പുതിയത് മറ്റേ ലിയോല അങ്ങനെ വന്നു ടൈറ്റനിക്. സെപ്റ്റംബർ 5 തിയേറ്റർ പൂരപ്പുറണ്ടാവാൻ പോകുന്നു. അണ്ണം വരാറ് വഴി. ഇതിലിപ്പോ പ്രശാന്ത് ഉണ്ട്, ജയറാം ഉണ്ട്, പ്രഭുദേവ ഉണ്ട്, എല്ലാരും ഉണ്ട്. എല്ലാരും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. പിന്നെ വെങ്കട് പ്രഭു എന്ന് പറയുമ്പോ മാനാട്, പിന്നെ മങ്കാത്ത, ആ ഒരു മേക്കിന്റെ ഒരു സാധനം ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിലും അണ്ണം വീണ്ടും പോണത് അപ്പൻ മകൻ പാസം രക്ഷകൻ സ്കീമിക്ക് ഇത് ഈ സിനിമ ഇപ്പൊ സെക്കൻഡ് പാർട്ട് മസ്റ്റ് ആണല്ലോ എല്ലാ സിനിമയ്ക്കും. ചിലപ്പോ ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ടിൽ ചിലപ്പോ ഈ മൂന്നാമതൊരു വരാം ചാൻസസ് ആർ ഹൈ. അല്ലാതെ എന്ത് പറയണ്ടേ. എനിക്ക് സത്യം പറഞ്ഞു ഞാൻ ഭയങ്കര എനിക്കറിയാലോ ഞാൻ എത്രത്തോളാണ് ലൈക്ക് നമ്മളെ വിജയ് സിനിമയ്ക്ക് വെയിറ്റ് ചെയ്യുന്നുള്ളത്. കാരണം ലിയോ ഒക്കെ ഇറങ്ങിയ സമയത്ത് എക്സൈറ്റ്മെന്റ് കണ്ടാണ്. പക്ഷെ സീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഗോട്ട് സിനിമേന്റെ പോസ്റ്റർ വന്നപ്പോഴും അതിന്റെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ പുറത്ത് ഓരോ ഗ്ലിംസ് ആയിട്ട് അവർ പുറത്ത് വിടുമ്പോഴും തീരെ എക്സൈറ്റ്മെന്റ് ഇല്ല ഈ സാധനത്തിന്. നോക്കി നീ ലൈക്ക് റോ സ്പൈ ഏജന്റ് നേരെ എങ്ങോട്ട് പോകണം, വേറെ ഫോറിൻ കൺട്രിയിൽ പോകുന്നു, അവിടെ ചെല്ലുന്നു, പിന്നെ അവരുടെ ഫാമിലി അറ്റാക്ക്, അവർ ഒരു വില്ലനെ കൊല്ലുന്നു, വില്ലൻ തിരിച്ചടിക്കാൻ വേണ്ടി തിരിച്ചു വരുന്നു, രാജ്യസ്നേഹം, അച്ചമ്പാസം. പിന്നെ എനിക്ക് ഒട്ടും ലൈക്ക് കുറേയും കൂടി മാറേണ്ട എന്താ അറിയും, ആ ഒരു ഹെയർ സ്റ്റൈലും താടി വെച്ചതും പിന്നെ ഡ്രസ്സിങ് ഒന്ന് മാറിയ ബനിയനും അതിന്റെ മുകളിൽ ഷർട്ടും. അത് അവിടുത്തെ ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്ത ഇങ്ങനെ കുറച്ച് സിനിമ ഉള്ളൂടി. ഇങ്ങനെ പൊളിറ്റിക്സിൽ ഇറങ്ങിയോണ്ട് സത്യം പറയാലോ അണ്ണന്റെ കുറച്ച് സിനിമ കാണാൻ പറ്റും. അണ്ണന്റെ എന്തെങ്കിലും ഒരു വെറൈറ്റി സാധനം കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ അണ്ണന്റെ സെയിം സ്കീം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് കാണും. എനിക്ക് അങ്ങനെ ഒരു ആവറേജ് ബിലോ ആവറേജ് ട്രെയിലർ ഇട്ടാ എനിക്ക് അങ്ങനെ എക്സൈറ്റ്മെന്റും കാര്യമൊന്നും ഉണ്ടായില്ല ഈ ട്രെയിലർ കണ്ടപ്പോ. എക്സൈറ്റ്മെന്റ് കാണിച്ചത് അത് സത്യത്തിൽ ഞാൻ കാണിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വിജയ് എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ അതുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമുക്കത് കാണുമ്പോ ഒരു എന്താ പറയുക സാധനം വരുന്നത്. പക്ഷെ ആഫ്റ്റർ വാച്ചിങ് ദിസ് ഞാൻ ഇപ്പൊ രണ്ടാമത്തെ തൊട്ടാണ് ഇപ്പൊ സ്റ്റാൻഡപ്പ് കണ്ടത്. ആദ്യത്തോട്ടം ഞാൻ കണ്ടു. അപ്പോഴും എനിക്ക് ഞാൻ ഈ കണ്ടില്ല ഞാൻ ഈ അണ്ണൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വീണ്ടും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോ ഇതിനകത്ത് ഒന്നും ഇല്ലല്ലോ എന്നുള്ളൊരു ഫീൽ തന്നെയാ വരുന്നത്. നോർമൽ യൂഷ്വൽ വിജയ് മൂവി, കുറെ എന്താ പറയാ ഫൈറ്റ്, ഫണ്ണ്, പിന്നെ കുറച്ച് സെന്റിമെന്റ്സ്, പിന്നെ കുറച്ച് സോഷ്യൽ റെലവെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മെസ്സേജ് അവിടെ തീരും ഈ പടം. പക്ഷെ അങ്ങനെയല്ല, ലൈക്ക് കുറച്ചും കൂടി ഒന്ന് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം, ഇങ്ങനെ നിർത്താൻ പോലെ. കോമഡി കാണിക്കണ്ടല്ലോ, കോമഡി അപ്പൊ ആ ലിയോലൊക്കെ ഉണ്ടായിരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, ആ ബെഡ്റൂം സീനൊക്കെ ലൈക്ക് അതൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് ചെയ്യിക്കാൻ പറ്റും. ഇങ്ങനെ അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ ഭയങ്കര സാധനമുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ എല്ലാരും കൊണ്ടുപോയിട്ട് ഇതേപോലെ ഈ ഒരു സാധനം ഒരേ മറ്റെന്താ പറയാ പഴയ വിഞ്ഞെടുത്ത് പുതിയ കുപ്പിയിൽ വെക്കുന്ന പരിപാടിയാണ് അങ്ങനെ വെച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ആകെയുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ വെങ്കട് പ്രഭുവിന്റെ ഒരു പ്രതീക്ഷ ഉണ്ട്. അതെ ഞാൻ പറഞ്ഞെ എല്ലാ സംവിധായകരും വിചാരിക്കുന്നത് ഇങ്ങനെയാണ് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ പിന്നെ എല്ലാവരും ആ രീതിയിലേക്കാണ് സിനിമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മാറ്റി ചിന്തിക്കാനുള്ള തമിഴ് ഓഡിയൻസ് ഇനി വന്നിട്ട് തുടങ്ങണേ ഉണ്ടാവുള്ളൂ നമുക്ക് ഓർമ്മ. സൂര്യന്റെ ഫാനാണല്ലോ പറഞ്ഞേ. സൂര്യന്റെ അടുത്ത സിനിമ ഏതാ വരുന്നത്? S43. സൂര്യഫാന ഞാൻ പറഞ്ഞു. എനിക്ക് പഴയ സിനിമ ഞാൻ പറഞ്ഞു, മറ്റേ ഗജിനി, മറ്റേ വാരണമയം, ആ സമയത്തുള്ള സിനിമകളാണ് എനിക്ക് റൊമാൻറ്റിക് ഹീറോ. എന്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരെ ഫാനും അല്ല, ഇവക്ക് അറിയുന്നില്ല. കങ്കുവന്ന് കേട്ടിട്ടുണ്ടോ? കങ്കുവ കേട്ടിട്ടുണ്ടോ? അങ്ങനത്തെ എനിക്ക് ഭയങ്കര മറ്റേ സംഭവം ഭയങ്കര എന്തോ പോലെ. വാരണമായിരത്ത് തന്നെ സ്റ്റക്കായി നിൽക്കുന്നോട് എന്ത് പറയാനാ. അതെന്താ എനിക്ക് ഇഷ്ടപ്പെടുത്തില്ല. അതിനുശേഷം ഒക്കെ സൂര്യ സിനിമ ഇല്ല. ഇതിനു മുന്നേ ഇറങ്ങിയതാ എനിക്കറിയില്ല. ഓക്കെ ബൈ. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ട്രോളി കൊല്ലും. കൊല്ലുന്ന എനിക്കറിയാം. സത്യം പറഞ്ഞാൽ 5 മണിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇത് ഇങ്ങനെ ഒരു അവസ്ഥയിലായതുകൊണ്ട് കാറ് സർവീസിന് കൊടുത്തിട്ട് ഇവിടെ കസ്റ്റമർ ലോഞ്ചിൽ നിന്നോട് പിടിച്ചിരുത്തിയതാ. എനിക്ക് ഇരുത്തല്ലേ അല്ല എന്നോടൊരു പുച്ഛം. ഞങ്ങൾ പുതിയ മൈക്കൊക്കെ മേക്ക് ബിലീഫ് വേണം മോളെ. മൈക്ക് വേണം.